ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM വടൂർ ഏരിയ കമ്മിറ്റിയുടെ കാൽനട ജാഥയ്ക്ക് എടവണ്ണയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ജാഥ പന്നിപ്പാറയിൽ നിന്നാണ് ആരംഭിച്ചത്. കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി 25-ാം തീയതി CPIM-ന്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് പ്രവചന മാർച്ചിൽ പങ്കാളികളാണ്. പാലപ്പറ്റ, എടവണ്ണ, കുണ്ടുതോട്, തോട്ടിൻകര, മേപ്പാടം, നടുവക്കാട് തുടങ്ങിയ സ്വീകരണത്തിന് ശേഷം മമ്പാടിൽ സമാപിച്ചു. സമാപന യോഗം മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ഷീന, മാനേജർ വി അർജുനൻ, PK മുബഷീർ, N കണ്ണൻ, PK മുഹമ്മദ് അലി, MT അഹമ്മദ്, K റഹീം, E ലിനീഷ്, P സജ്ജാദ് എന്നിവർ സംസാരിച്ചു. അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിനകത്ത് ശതകോടീശ്വരന്മാരുടെ എണ്ണം കൂടുകയും നമ്മുടെ രാജ്യത്തിനകത്തുള്ള സാധാരണക്കാരും പട്ടിണിപ്പാവങ്ങളുമായ ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കുന്നുകൂടുകയും രാജ്യത്തിനകത്ത് സാമ്പത്തിക മാന്ദ്യം വലിയ തോതിൽ ഉയരുകയും ചെയ്തിരിക്കുകയാണ്. കേരള സംസ്ഥാനത്തിനകത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളുമായി കൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഇക്കഴിഞ്ഞ 2 ടേമുകളിലായിട്ട് അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള പ്രവർത്തനങ്ങളാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ഇക്കഴിഞ്ഞ കാലമത്രയും നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ അവസാനം എന്നോണമാണ് 2024-25 കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ സംസ്ഥാനങ്ങൾക്കും 25 ലക്ഷം കോടി രൂപ ബജറ്റിലേക്ക് നീക്കിവെച്ചപ്പോൾ കേരള സംസ്ഥാനത്തിനകത്ത് 35,000 കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, കേരളം എന്ന പേര് തന്നെ ബജറ്റിനകത്ത് പരാമർശിക്കാത്ത ഒരു സ്ഥിതിയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കേരളത്തോട് വളരെ നിഷേധാത്മകമായ ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്രകാലം പുലർത്തി പോന്നിട്ടുള്ളത്. ഈ ബജറ്റിനകത്തും അത്തരത്തിൽ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ അടുത്താണ് 197 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരള സംസ്ഥാനത്തിനകത്ത് വയനാട് ഒരു വലിയ ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. മേപ്പാടി പഞ്ചായത്തിലുള്ള 300-ൽ പരം ആളുകൾ മരണപ്പെടുകയും 100 കണക്കിന് വീടുകൾ നശിച്ചു പോവുകയും ഒരു വലിയ ഉരുൾപൊട്ടൽ ഒരു പഞ്ചായത്ത് മുഴുവൻ വിഴുങ്ങുകയും ചെയ്യുന്ന സ്ഥിതി നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുകയും ഒരു കുഞ്ഞിനെ താലോലിക്കുകയും ചെയ്യുന്ന ഫോട്ടോ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ എന്താണ്, വയനാടിന്റെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഹായവും നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ നിരവധിയായിട്ടുള്ള ദുരന്തത്തിനു വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനകൾ കേരള ഗവൺമെന്റ് നടത്തിയപ്പോഴെല്ലാം തന്നെ അത് നിരാകരിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ്, എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ.
ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.